ഹേ ഗായ്സ്, നല്ല മഴ മൂടിയ കാലാവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കിച്ചണിൽ വന്ന് കുറച്ച് പണികളൊക്കെ ഒരുക്കി ഒരു സ്ഥലം വരെ പോകാണ്ട്. അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഈ ചെങ്ങായി ഇതവിടെ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് കയറും. നമ്മൾ ഇസുവിൻ്റെ ഫ്രണ്ട്സാണ് അവനൊക്കെ. അപ്പോൾ നമ്മൾ ഇസുട്ടിനെ 4 ഉറം മുതലൊക്കെ കെട്ടി കിടത്തണം അപ്പോൾ അല്ലെങ്കിൽ ആൾ ചാടിപ്പോരും. എന്നിട്ട് വേണം പണിയൊക്കെ ഒരുക്കാൻ. അങ്ങനെ നമ്മൾ പണി എടുക്കട്ടെ. അപ്പോൾ മക്കളെ പണിയൊക്കെ ഒരുക്കാണ്ട് എങ്ങോട്ടാ പോകുന്ന കാര്യങ്ങളെ വിചാരം എങ്ങോട്ടുമില്ല. 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ വീട്ടിലോട്ട് പോവാം. നമ്മളെല്ലാ പെൺകുട്ടികളും എങ്ങനെ തന്നെ കാര്യം അല്ലേ, വീട്ടിലോട്ട് പോകണമെന്ന് ഇവിടുന്ന് കയറി എനർജി വരുന്നതാണ്. വേഗം പണിയൊക്കെ ഒരുങ്ങി ഷടപട്ടോനെ ഒരുങ്ങി പോകും. അങ്ങനെ ഇളച്ചിനെ കൂട്ടിയാണ് നമ്മൾ ആദ്യം നമ്മളെ വലിയ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടാണ് അങ്ങോട്ടിനെ കൊണ്ടുവരാൻ വരും. ആരീൻ്റെ പൊന്നാരാങ്ങളെ പണിക്കാട് കുഞ്ഞാക്ക മൂപ്പര് അങ്ങോട്ട് കൊണ്ടുവരാൻ വരും. അങ്ങനെ ആളെത്തിട്ടോ. ആളെത്തി നമ്മൾ വണ്ടിയിൽ കയറി പോരുകയാണ്. അപ്പം നമ്മൾ ഇസുട്ടിന് കാക്കുനെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പേടിയാണ്. ആൾ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. പിന്നെ ഇങ്ങനെ മുഖത്തിട്ട് നോട്ടാണ്. ഇതിപ്പോൾ ആരാൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെ 2 ദിവസം ഒരിതാണ്, പിന്നെ ശീലമാവും. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്താനായി. അപ്പോൾ നമ്മുടെ മാമ വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ട്. മാമാക്ക് മാമ അങ്ങനെ നിൽക്കണം, ഉമ്മച്ചി നിൽക്കണ മാതിരി തന്നെയാണ്. ഉമ്മച്ചിനെ പോലെ തന്നെയുണ്ട് നമ്മുടെ മാമിയും. ഞാൻ വരുന്നുണ്ടോ നോക്കി നിൽക്കണ ഒരാളാണ് കേട്ടത്. അപ്പോൾ ഞാൻ വന്നേക്കന്നെ നമ്മൾ അയറി പറഞ്ഞു, മാമി ഈ സാധനം പൊരിച്ചിരുന്നില്ലേ, അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, അത് ഇവിടെ പൊരിക്കുകയാണ് പറഞ്ഞു. ഈ 2 പിന്നെ ഒരു തരത്തിലൊക്കില്ല കേട്ടോ. വന്നാൽ തുടങ്ങി കച്ചറ. അങ്ങനെ ഞാൻ ഓടിപ്പോവാം ആദ്യം കിച്ചണിലോട്ട് കേട്ടോ. എല്ലാവരും എന്നെ പോലെ തന്നെയല്ലേ ആദ്യം പോകേണ്ട കിച്ചണിലോട്ട്. അപ്പോൾ അയറി പറഞ്ഞ പോലെ ഈ സംഭവം ആദ്യം ഒന്ന് പൊരിച്ച് നോക്കി. പക്ഷെ എനിക്ക് വേണ്ടതല്ല. അന്ന് അവിടെ ഉണ്ടാക്കിയ സംഭവം എന്താ, കൂട്ടാനെന്താ, ചോറെന്താ, അതാണ് ഞാൻ തപ്പി നോക്കുക. അങ്ങനെ ഞാൻ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫുണ്ട്. വെള്ളിയാഴ്ച ബീഫ് അങ്ങനെ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറച്ചില്. അങ്ങനെ ഗൈസ് വീട്ടിൽ ഞങ്ങൾ വന്ന പിന്നെ ആകെ ഒരു തിരക്കാണ്. ഞാൻ കിച്ചണിൽ പോയി ഇങ്ങനെയൊക്കെ തിന്നണുണ്ട്. ആശിനോട് ചോദിച്ചു, അല്ല വേണ്ട എനിക്ക് അവിടെ നിന്നൊന്നും തിന്നാൻ കിട്ടണില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു സ്വഭാവമാണുള്ളത്. അങ്ങനെ ഇവിടുത്തെ തീറ്റ കഴിഞ്ഞാണ്ട് നേരെ പോയത് നമ്മളെ തറവാട്ടത്തെ വീട്ടിലേക്കാണ്. തറവാട്ടിൽ വീട്ടിലും പോയാണ്ട് മാമ എന്താ ഉണ്ടാക്കിക്കണം പോയി നോക്കി ആദ്യം കിച്ചണിൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ സ്പെഷ്യലാണ്. നല്ല നെയ്ച്ചോറും വെച്ചിട്ടുണ്ട്, നല്ല ബീഫും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് നല്ലൊരു തട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ മാമാൻ്റെ ഫുഡ് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ എത്ര നമ്മൾ തിന്ന് പോരുകയാണെങ്കിലും ഇവിടെ വന്നാൽ കിച്ചണിൽ വന്ന് തപ്പണം. പപ്പാന്റെ തേങ്ങ വിറ്റാണ്ട് ഫുള്ള് തരികടേണു. ഇവന് ട്രിക്ക് മനസ്സിലാക്കണേ. ഇവനാദ്യം ഇത് അറിയില്ലേനു, ഇപ്പൊ പൈസ ഇട്ടുണ്ടേ. ചെറിയൊരു ചോദ്യം ചെയ്യലാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ കേട്ടോളി. അപ്പോൾ ഗൈസ് നമ്മൾ റിച്ചുട്ടിനെ ചോദ്യം ചെയ്യണേ തേങ്ങ പെറുക്കി വിറ്റിട്ടോ. ആൾക്കിപ്പോൾ മനസ്സിലായി തേങ്ങ പെറുക്കി വിറ്റാൽ കുറച്ച് പൈസ കിട്ടുന്നുള്ളത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ എല്ലാവരും ഒരുങ്ങി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അതൊരു സർപ്രൈസ് ഉണ്ടായി. നെക്സ്റ്റ് വീഡിയോയിലിടാം. ഓക്കേ.